നമ്മുടെ അച്ഛനല്ലേ കഴക്കൂട്ടത്ത് പോയി അവളെ കണ്ട് ബോധിച്ച് ബുക്ക് ചെയ്തത്. അതിനു മുമ്പ് ഒരു കാര്യം നടന്നു, ഓർമ്മയുണ്ടോ? അച്ഛനെ കാണാൻ കഴക്കൂട്ടത്തുന്ന ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു. ആ, അവളുടെ ബ്രിജിറ്റാമ്മ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയതല്ലേ? അതിന്റെ പുറകിൽ ഒരു നാടകം നടന്നിട്ടുണ്ട്. കർട്ടന്റെ പുറകിൽ. അതെന്നതാ? ബാലേന്ദ്രനാണ് ആ സ്ത്രീ അച്ഛനടുത്തോട്ട് പറഞ്ഞു വിട്ടത്. ബാലേന്ദ്രൻ അവരെ അറിയത്തില്ലായിരുന്നല്ലോ. ആദ്യമായിട്ട് കഴക്കൂട്ടത്ത് പോയത് പോലും മനുവിന്റെ കൂടെ അല്ലായിരുന്നോ? അവിടെയാണ് നിനക്ക് തെറ്റിയത്. ലോകോത്തര കള്ളനാ ബാലേന്ദ്രൻ. മനു കാണുന്നതിന് മുമ്പ് അവൻ കഴക്കൂട്ടത്ത് പോയി അലീനയെ കണ്ടിട്ടുണ്ട്. അവന്റെ കുരുട്ടുബുദ്ധിയാണ് ബ്രിജിത്താമ്മയെ കൊല്ലപ്പള്ളിക്ക് പറഞ്ഞയച്ചതും അച്ഛനെ സ്വാധീനിച്ച് അലീനയെ കൊല്ലപ്പള്ളിയിൽ എത്തിച്ചതും. ബാലേന്ദ്രൻ എന്തിനാ അങ്ങനെ ചെയ്തു? അലീനയെ ബാലേന്ദ്രൻ എങ്ങനെ അറിയാം? അതല്ലേ ശിവേട്ടൻ പറഞ്ഞോണ്ട് വരുന്നേ. നീ വെറും പൊട്ടിയ വൈജയ്. നിന്നെ ഇത്രയും കാലം ബാലേന്ദ്രൻ പറ്റിക്കുമായിരുന്നു. എന്നെ ചതി അവൻ നിന്നോട് ചെയ്തതെന്ന് നിനക്കറിയാമോ? എന്നതാണെന്ന് പറ. എന്നെ ഇടിങ്ങനെ വലിക്കല്ലേ. ബാലേന്ദ്രന്റെ സ്വന്തം മോള അലീന. ബാലേന്ദ്രന്റെ മകളോ? ആണെന്നേ, സ്വന്തം മകൾ. നിന്നെ ചതിക്കുമായിരുന്നടി ബാലേന്ദ്രൻ. അവനെ ബാലേന്ദ്രനല്ല, ചതിയേന്ദ്രനാ. കമല പറഞ്ഞത് സത്യം. ബാലേന്ദ്രൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ മകളാ അലീന. അയാൾ അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് മറീന എന്ന പേരുള്ള ഒരു വിധവയുമായിട്ട് മോശമായൊരു ബന്ധമുണ്ടായിരുന്നു. കൊല്ലം തങ്കശ്ശേരിക്കാരി ഒരു ആംഗ്ലോ ഇന്ത്യൻ. അവളാണ് അലീനയുടെ തള്ള. എന്നെ ചതിക്കായിരുന്നല്ലേ? അവളില്ലേ ഇപ്പൊ അഭിഷാറ്റ്? അവളെ തള്ള അവര് ചത്തുപോയി. അതുകൊണ്ടല്ലേ ബാലേന്ദ്രൻ ഏറ്റെടുത്തു. അവന്റെ വക്രബുദ്ധി നീ ഒന്ന് ആലോചിച്ച് നോക്കി. നേരിട്ട് അവളെ കടപ്പാട്ടൂരോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അതിനവൻ വളഞ്ഞ വഴി കൂടെ അമ്മയെ ശുശ്രൂഷിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അലീനയെ ഈ വീട്ടിൽ കൊണ്ടുപോയി. പിന്നീട് ഇവിടുന്ന് അവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എങ്ങനെയുണ്ട് അവന്റെ കാഞ്ഞ ബുദ്ധി? വെറുതെ അല്ല ശിവേട്ട. എനിക്ക് അവളെ ആദ്യം കണ്ടപ്പോഴേ തോന്നി ഒരു ലക്ഷണപ്പശൻ, ഒരു നെഗറ്റീവ് വൈബ്. ഇവിടെ ശരിയല്ലല്ലോ ശരിയല്ലല്ലോ എന്ന്. എന്നാലും ഞാൻ ഇത്രയും വിചാരിച്ചില്ല ശിവേട്ട, ബാലേന്ദ്രൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെന്ന്. നീ തോറ്റുപോയി വൈജയ്. ഇനി രക്ഷയില്ല. എനിക്കിനി ജീവിക്കണമെന്ന് പോലും ഇല്ല ശിവേട്ട. ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ജീവശവം പോലെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നേരം ചത്തേക്കുന്നതാ. അല്ല, പറഞ്ഞതേ ഉള്ളൂ, ചെയ്യണമെന്നില്ല. ഇനി നീ അവന്റെ അടുത്ത് പുസ്തകം നിൽക്കണ്ട. മക്കളെ മാത്രം ഓർത്താ മതി. അവരോട്ടേക്ക്. ശരിയാ. ഇനിയിപ്പോ കടപ്പാട്ടൊരു മഹാറാണി അവളായിരിക്കും. അധികാര അവകാശം എല്ലാം ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി അവള് ഭരിക്കും നിന്റെ മക്കളെ. അവളുടെ ഇഷ്ടം എന്താണോ അതേ ഇനി അവിടെ നടക്കാൻ പോകുന്നുള്ളൂ. ബാലേന്ദ്രന്റെ സ്വത്ത് മുഴുവൻ അവള് പതിയെ പതിയെ അടിച്ചു മാറ്റും. നിന്റെ മക്കൾക്ക് ആ വീട്ടില് വേലക്കാരുടെ സ്ഥാനമായിരിക്കും. എന്നതായാലും കൊള്ളാം. ഇല്ല ചേട്ടാ, ഞാനങ്ങനെ തോറ്റു കൊടുക്കത്തില്ല. കൊല്ലും ഞാൻ അവളെ. ഒന്നുകിൽ അവള്, അല്ലെങ്കിൽ ഞാൻ. രണ്ടിൽ ഒരാള് മാത്രം മതി ഈ ഭൂമിക്ക് മേലെ. ഇനി എനിക്കൊന്നും നോക്കാനില്ല. നീ അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. നല്ലപോലെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കും. എന്ത് ചെയ്താലും അതിനു മുമ്പ് നിന്റെ മക്കളെ കൂടി ഓർക്കണം. അവർക്ക് നീയല്ലാതെ വേറെ ആരുമില്ല. കൊല്ലുമെന്ന് പറയാനും ചിലപ്പോൾ കൊല്ലാനും എളുപ്പം കഴിയും. പക്ഷെ അതിനുശേഷം പോലീസ്, കേസ്, കോടതി, ജയില്, പല തരത്തിലുള്ള അപമാനം എല്ലാം ഉണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണോ? മക്കളെ മറന്നിട്ട് ഒന്നും ചെയ്യരുത്. അതേ എനിക്ക് പറയാം. ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ കുഞ്ഞെ, നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞതല്ലേ അവള് ശരിയല്ലാന്ന്.
എന്നാലും അവൻ ഇത്രയും വലിയ ചതി നിന്നോട് ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ കുഞ്ഞെ. ഈ കല്യാണം വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ ഇനി എന്നെ ചെയ്യും വയ്യേ? ഇനി അവളെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല അല്ലേ? ശിവേട്ടന് അറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. രാജവേട്ടനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഞാനിനി എന്നാ ചെയ്യണ്ടേ? ആ ചതിയുടെ കൂടെ ഇനി എങ്ങനെ ജീവിക്കും കുഞ്ഞെ? ഇനി നമുക്കൊന്നും പേടിക്കാനില്ലല്ലോ. ഇനി ആ വീട് അവളുടെ വീടാ അല്ലേ? അതെടുത്തിട്ട് എനിക്ക് അവളെ കൊല്ലാൻ തോന്നുന്നു. മോളെ, എന്റെ മോളെ, നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. വേറൊന്നും ഈ അമ്മയ്ക്ക് പറയാനില്ല. ഞാൻ പൊയ്ക്കോട്ടെ അമ്മ. ഈശ്വര കാത്തോളെ. ഇനി ഞാനൊരു ഇഞ്ച് പുറകോട്ടില്ല ശിവേട്ടാ. കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി എനിക്കൊന്നും നോക്കാനില്ല. നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്, മനസ്സിലായോ? കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി എന്നാ നോക്കാനാ എനിക്ക്? അയാളോട് നേരിട്ട് സംസാരിക്കേ. അതിന് തന്നെയാ പോകുന്നത്. ഞാൻ ബാലേന്ദ്രന്റെ ഭാര്യയായിട്ടിരിക്കണമെന്നല്ല, ബാലേന്ദ്രൻ എന്റെ ഭർത്താവായിട്ടിരിക്കണമെന്നേ ഞാൻ തന്നെ തീരുമാനിക്കും. എല്ലാം നല്ലതുപോലെ ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. ശിവേട്ടാ ഓട്ടെ, അവനെടുത്തി. എന്നെ ചതി അവൻ നിന്നോട് ചെയ്തതെന്ന് നിനക്ക് അറിയാവോ? ബാലേന്ദ്രൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ മകളാ അലീന. കൊല്ലം തങ്കശ്ശേരിക്കാരി, ഒരു ആംഗ്ലോ ഇന്ത്യൻ. അവളാണ് അലീനയുടെ തള്ള. ഇനിയിപ്പോ കടപ്പാട്ടൂര് മഹാറാണി അവളായിരിക്കും. അധികാരം അവകാശം എല്ലാം ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി അവള് ഭരിക്കും നിന്റെ മക്കളെ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നേരം ചത്തേക്കുന്നതാ. ബാലേന്ദ്രനില്ലേ ഇവിടെ? അച്ഛൻ കുറച്ചു മുന്നേ പുറത്തോട്ട് പോയി. എവിടെ പോയി? അത് പറഞ്ഞില്ല. ഒറ്റയ്ക്കാണോ അതോ അവളുണ്ടോ കൂടെ? ഒറ്റയ്ക്ക് അച്ഛൻ പോയത്. അവിടെ എവിടെ? റൂമിൽ കാണും. അമ്മ എന്താ വല്ലാതിരിക്കുന്നേ? നീ എന്തിനാണ് ഈ വീട്ടിലോട്ട് കയറി വന്ന അന്ന് മുതൽ ഇത്രയും നാളെ ഇങ്ങനെ നാടകം കളിച്ചത്? ഞാൻ എന്ത് നാടകം കളിച്ചു? നീ ഓർഫനേജിൽ വളർന്നു, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല എന്തൊക്കെയല്ലേ പറഞ്ഞോണ്ടിരുന്നെ? അറിയില്ലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിനക്കറിയാണോ നിന്റെ തന്ത ആരാണെന്ന്? ഇല്ല. ഇന്നലെയാണോ പറഞ്ഞത്? അച്ഛൻ അറിയാതിരിക്കും, എന്നോട് പറഞ്ഞില്ല.
നീ ഇവിടെ വരുന്നതിന് മുമ്പ് ബാലേന്ദ്രനെ കണ്ടിട്ടേ ഇല്ല. ഒരു തവണ സ്നേഹനികേതനത്തിൽ വന്നപ്പോ കണ്ടായിരുന്നു. അത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നപ്പോഴല്ലേ? ആ അതെ. അതിനു മുമ്പ് നീ കണ്ടിട്ടേ ഇല്ല. ഇല്ല. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ബാലേന്ദ്രന്റെ ഫോട്ടോ പോലും നീ കണ്ടിട്ടേ ഇല്ല. ഇല്ല.